ഭൂമിയുടെ സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആവശ്യമായ ഊർജത്തിന്റെ പ്രധാന സ്രോതസ്സാണ് നമ്മുടെ നക്ഷത്രമായ സൂര്യൻ. ഒരുപക്ഷെ സൂര്യൻ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഭൂമിയിൽ ജീവൻ ഉണ്ടാവുക പോലുമില്ലായിരുന്നു. ഇതുപോലെ പ്രപഞ്ചത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രവും അതിനു ചുറ്റുമുള്ള ഗ്രഹങ്ങൾക്ക് നൽകുന്ന ഊർജം വ്യത്യസ്തമായ അളവിലായിരിക്കും. ചില നക്ഷത്രങ്ങൾ ചെറിയ തോതിലായിരിക്കും ഊർജം പുറപ്പെടുവിക്കുന്നത്. അത്തരം നക്ഷത്രങ്ങൾക്ക് ചുറ്റിലുമുള്ള ഗ്രഹങ്ങൾ തണുത്തു വിറച്ച് മരവിച്ച ഗ്രഹങ്ങളായിരിക്കും. എന്നാൽ ചില നക്ഷത്രങ്ങളിൽ നിന്നും വൻ തോതിലുള്ള ഊർജം പുറത്തുവരും. അവയ്ക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങൾ ചുട്ടുപഴുത്തു ലാവ നിറഞ്ഞ ഗ്രഹങ്ങളായിരിക്കും. അതേസമയം ഭൂമിക്ക് സമാനമായ ഊർജം ലഭിക്കുന്ന ഗ്രഹങ്ങളെയും നമുക്ക് പ്രപഞ്ചത്തിൽ ധാരാളം കാണാൻ കഴിയും. എന്നാൽ യാതൊരു നക്ഷത്രത്തിനെയും ആശ്രയിക്കാതെ ബഹിരാകാശത്തിലൂടെ വെറുതെ ഒഴുകി നടക്കുന്ന ഗ്രഹങ്ങളും പ്രപഞ്ചത്തിലുണ്ട്. റോഗ് പ്ലാനറ്റ്സ് എന്നാണ് അവയെ പറയുന്നത്. ഇത്തരം ഗ്രഹങ്ങൾ ഒരു നക്ഷത്രത്തിനെയും വലം വയ്ക്കാറില്ല. അതിനാൽ തന്നെ ഈ ഗ്രഹങ്ങളിൽ നിന്നാൽ ഒരിക്കലും ഒരു സൂര്യോദയം നമുക്ക് കാണാനാകില്ല. നിരന്തരമായ ഇരുട്ടിൽ മുങ്ങിക്കിടക്കുകയാണ് റോഗ് പ്ലാനറ്റ്സ്. ബഹിരാകാശത്തിന്റെ അനന്തതയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു നടക്കുന്ന റോഗ് പ്ലാനറ്റ്സ് എന്ന വിചിത്രമായ ലോകങ്ങളെക്കുറിച്ചും ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിഗൂഢമായ റോഗ് പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്നും നമുക്ക് നോക്കാം. നക്ഷത്രങ്ങളെ വലം വയ്ക്കാതെ ബഹിരാകാശത്തിലൂടെ സ്വതന്ത്രമായിട്ടൊഴുകി നടക്കുന്ന ഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുമെന്ന ആശയം ഒരുപാട് കാലം തൊട്ടേ തന്നെ ബഹിരാകാശ ഗവേഷകരിൽ ഉണ്ടായിരുന്നു. പക്ഷേ മുൻപ് അവർക്ക് റോഗ് പ്ലാനറ്റ്സിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തെന്നാൽ ഇത്തരം ഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾക്ക് സമീപമുള്ളവയല്ലാത്തതിനാൽ അവ മുഴുവൻ ഇരുട്ടിലായിരിക്കും. നക്ഷത്രങ്ങളുടെ വളരെ അടുത്തുകൂടെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളെ പോലും കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ യാതൊരു പ്രകാശവും വന്ന് പതിക്കാതെ പൂർണ്ണമായ അന്ധകാരത്തിലായിരിക്കുന്ന റോഗ് പ്ലാനറ്റുകളെ കണ്ടുപിടിക്കാൻ എത്രത്തോളം പ്രയാസമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് 4000-ൽ പരം എക്സോ പ്ലാനറ്റുകളെ കണ്ടുപിടിച്ചിട്ടും അതിൽ വെറും 70 എണ്ണം മാത്രമാണ് റോഗ് പ്ലാനറ്റ്സ്. എക്സോ പ്ലാനറ്റ്സ് എന്ന് വെച്ചാൽ സൗരയൂഥത്തിന് പുറത്ത് പ്രപഞ്ചത്തിൽ മറ്റെവിടെയുമുള്ള ഗ്രഹങ്ങൾ. ഒടുവിൽ സാങ്കേതിക വിദ്യകൾ കൂടുതൽ പുരോഗമിച്ചപ്പോൾ 2012-ലാണ് ആദ്യത്തെ റോഗ് പ്ലാനറ്റിനെ സ്ഥിരീകരിക്കാൻ സാധിച്ചത്. അത് ഏകദേശം 130 പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന ഒരു റോഗ് പ്ലാനറ്റ് ആയിരുന്നു. ഇത്തരം ഗ്രഹങ്ങൾ പൂർണ്ണമായ അന്ധകാരത്തിലാണെങ്കിലും അവയിൽ നിന്നും ചെറിയ തോതിലുള്ള റേഡിയേഷൻ വമിച്ചുകൊണ്ടിരിക്കും. അത് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്ന ശക്തമായ ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെയാണ് നമ്മൾ റോഗ് പ്ലാനറ്റ്സിനെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന മറ്റൊരു പ്രതിഭാസത്തിനെയും ഇത്തരം ഗ്രഹങ്ങളെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കും. അതായത് നമ്മൾ നക്ഷത്രങ്ങളെ അല്ലെങ്കിൽ അതുപോലെ പ്രകാശപൂരിതമായ ബഹിരാകാശ വസ്തുക്കളെ നോക്കുമ്പോൾ അതിനു മുന്നിലൂടെ മറ്റേതെങ്കിലും ബഹിരാകാശ വസ്തു കടന്നു പോവുകയാണെങ്കിൽ പിന്നിലുള്ള വസ്തുവിന്റെ പ്രകാശം വളഞ്ഞു വരുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അവിടെ ഒരു ബഹിരാകാശ വസ്തുവുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1992-ൽ പോളണ്ടിലെ വാഴ്സവ് സർവകലാശാല ഓഗിൾ എന്ന പേരിൽ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചു. അതിന്നും തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ബഹിരാകാശത്തിനെ നിരീക്ഷിക്കുകയും ഗ്രാവിറ്റേഷണൽ ലെൻസിങ്ങിലൂടെ ധാരാളം ബഹിരാകാശ വസ്തുക്കളെ കണ്ടുപിടിക്കുകയും ചെയ്യുക എന്നതുമാണ് ഓഗിൾ പ്രോജക്റ്റിന്റെ ദൗത്യം. ഏറ്റവും കൂടുതൽ റോഗ് പ്ലാനറ്റ്സിനെ കണ്ടുപിടിച്ചത് ഈ പ്രോജക്റ്റ് തന്നെയാണ്. നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിൽ കുറഞ്ഞത് 10,000 കോടി റോഗ് പ്ലാനറ്റ്സ് എങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് ഓഗിൾ പ്രോജക്റ്റിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതുവരേക്കും 100-ൽ പരം റോഗ് പ്ലാനറ്റ്സിനെ കണ്ടെത്തിയെങ്കിലും അതിൽ വളരെ കുറച്ച് ഗ്രഹങ്ങളെ മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് നിരീക്ഷിച്ചതും വ്യക്തമായിട്ട് മനസ്സിലാക്കിയതും. ഇതുവരേക്കും നമ്മൾ കണ്ടുപിടിച്ചതിൽ വെച്ച് നമ്മുടെ ഏറ്റവും അടുത്തുള്ള റോഗ് പ്ലാനറ്റ് വൈസ് 0855 ആണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 7.5 പ്രകാശവർഷങ്ങൾക്കകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2014-ൽ വൈസ് എന്ന സ്പേസ് ടെലസ്കോപ്പിലൂടെയാണ് ഇതിനെ കണ്ടുപിടിച്ചത്. ഹബിളിനെ പോലെയുള്ള ടെലസ്കോപ്പുകൾക്ക് ഇത്തരം റോഗ് പ്ലാനറ്റ്സിനെ കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അവയിൽ നിന്നും ദൃശ്യപ്രകാശം പുറത്തു വരികയില്ല. പക്ഷേ ദൃശ്യപ്രകാശമില്ല എങ്കിലും അവയിൽ നിന്നും ഇൻഫ്രാറെഡ് റേഡിയേഷൻ പുറത്തു വരും. ഒപ്പം മറ്റു ചില റേഡിയേഷൻസും. അതിനാൽ തന്നെ വൈസ് പോലെയുള്ള ഇൻഫ്രാറെഡ് കിരണങ്ങളെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്ന ടെലിസ്കോപ്പുകൾക്ക് മാത്രമേ റോഗ് പ്ലാനറ്റ്സിനെ കണ്ടുപിടിക്കാനാകൂ.
ഇത് വളരെ തണുത്ത വാതകം നിറഞ്ഞ ഗ്രഹമാണ്. -50°C ആണ് ഇതിന്റെ ഉപരിതല താപനില. ഗ്രഹത്തിന്റെ ഭൂരിഭാഗവും ഹൈഡ്രജനാണ്, അതായത് നമ്മുടെ ജൂപ്പിറ്ററിനെ പോലെ. 2016 US-ലെ ജെമിനി ഒബ്സർവേറ്ററി ഇതിന്റെ അന്തരീക്ഷത്തിൽ വലിയ തോതിലുള്ള ജലാംശമുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഈ ജലം മുഴുവൻ ഐസിന്റെ രൂപത്തിലായിരിക്കും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത്. ഇതിന് ജൂപ്പിറ്ററിന്റെ 3 മുതൽ 8 മടങ്ങ് വരെ മാസ് ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. ഈ റോഗ് പ്ലാനറ്റിന്റെ ഉത്ഭവം എവിടെ നിന്നുമാണെന്നും അതെങ്ങനെയാണ് രൂപം കൊണ്ടതെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഇത്തരം റോഗ് പ്ലാനറ്റ്സ് രൂപം കൊള്ളാൻ ചില മാർഗങ്ങളുണ്ട്. വലിയ നെബുലകളിൽ നിന്നും അഥവാ പുകപടലങ്ങളിൽ നിന്നും ഒരു സ്റ്റാർ സിസ്റ്റം, അതായത് നക്ഷത്രവും ഗ്രഹങ്ങളും അടങ്ങുന്ന ഒരു സിസ്റ്റം രൂപം കൊള്ളുന്ന സമയത്തിൽ അതിന്റെ അതിരിലുണ്ടാകുന്ന ഗ്രഹങ്ങൾ ആ സിസ്റ്റത്തിൽ നിന്നും പുറന്തള്ളപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഒരു നക്ഷത്രത്തിന്റെ അടുത്തുകൂടെ മറ്റൊരു വലിയ നക്ഷത്രം കടന്നു പോവുകയാണെങ്കിൽ ആ വലിയ നക്ഷത്രത്തിന്റെ സ്വാധീനം കാരണം ഈ നക്ഷത്രത്തിന്റെ ഒരുപാട് അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഭ്രമണപഥം തകരുകയും അങ്ങനെ അവ പുറന്തള്ളപ്പെട്ട് റോഗ് പ്ലാനറ്റ്സ് ആയി മാറുകയും ചെയ്യും. ചിലപ്പോൾ ഒരു ഗ്രഹത്തിൽ മറ്റൊരു വലിയ ബഹിരാകാശ വസ്തു വന്ന് കൂട്ടിയിടിക്കുകയാണെങ്കിൽ ആ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ആ ഗ്രഹം അതിന്റെ നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും അകന്നു മാറി റോഗ് പ്ലാനറ്റ് ആയി മാറും. ഇതിനൊക്കെ പുറമെ മറ്റൊരു സാധ്യത കൂടെയുണ്ട്. എന്താണെന്നാൽ ഇത്തരം പ്ലാനറ്റ്സ് ഒരുപക്ഷെ നെബുലകളിൽ നിന്നും നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് പോലെ രൂപം കൊണ്ടതായിരിക്കാം. പക്ഷേ നിർഭാഗ്യവശാൽ ആ നെബുല ചെറുതാണെങ്കിൽ അവയ്ക്കൊരു നക്ഷത്രമായിട്ട് മാറാനുള്ള മാസ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവ വെറും വാതകം നിറഞ്ഞ ലോകങ്ങൾ മാത്രമായിട്ട് മാറി ബഹിരാകാശത്തിലൂടെ അലഞ്ഞു നടക്കും. ഇങ്ങനെ റോഗ് പ്ലാനറ്റ്സ് ഉണ്ടാകാൻ പല മാർഗങ്ങളുണ്ട്. ശരിക്കും നമ്മൾ ഇതുവരേക്കും കണ്ടുപിടിച്ചിട്ടുള്ള റോഗ് പ്ലാനറ്റ്സിൽ ഭൂരിഭാഗവും വാതകം നിറഞ്ഞ ഭീമൻ ലോകങ്ങളാണ്. അതിനാൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും അവസാനം പറഞ്ഞ രീതിയിലായിരിക്കും റോഗ് പ്ലാനറ്റ്സ് പ്രധാനമായും രൂപം കൊള്ളുന്നത്. 2020 സ്പിറ്റ്സർ സ്പേസ് ടെലിസ്കോപ്പ് മറ്റൊരു റോഗ് പ്ലാനറ്റിനെ കണ്ടെത്തി. ഓഗിൾ 2016 BLG 1928. പേര് പോലെ തന്നെ ശരിക്കും 2016 തന്നെ ഇതിനെ കണ്ടുപിടിച്ചതാണ്. പക്ഷേ റോഗ് പ്ലാനറ്റ് ആയിട്ട് സ്ഥിരീകരിച്ചത് 2020. ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന പ്രതിഭാസത്തിലൂടെ തന്നെയാണ് ഈ ഗ്രഹത്തിനെയും കണ്ടുപിടിച്ചത്. ഏകദേശം 13,000 പ്രകാശ വർഷങ്ങൾക്കകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ വർഷങ്ങളോളമുള്ള നിരീക്ഷണത്തിനു ശേഷമാണ് ഇതിനെ കണ്ടുപിടിക്കാൻ സാധിച്ചത്. നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ റോഗ് പ്ലാനറ്റ് ഇതാണ്. ചെറുതെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയേക്കാൾ 5 മുതൽ 10% ചെറിയ ഗ്രഹം. അതുപോലെ തന്നെ ഏകദേശം നമ്മുടെ ഭൂമിയുടെ അത്ര തന്നെ മാസും ഈ ഗ്രഹത്തിനുണ്ട്. ഇത്രയും മാസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനൊരു വാതകം നിറഞ്ഞ ഗ്രഹമായിരിക്കാൻ കഴിയില്ല എന്നത് തീർച്ചയാണ്. അപ്പോൾ ഇത് ഭൂമിയെയും മാർസിനെയും ഒക്കെ പോലെ ഒരു റോക്കി പ്ലാനറ്റ് ആയിരിക്കും, അതായത് ഖരരൂപത്തിലുള്ള ഗ്രഹം. ഇതേതോ സ്റ്റാർ സിസ്റ്റത്തിൽ സാധാരണ ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്നത് പോലെ ഉണ്ടായ ശേഷം എങ്ങനെയോ ആ സിസ്റ്റത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഒരു ഗ്രഹമായിരിക്കുമെന്നാണ് നിഗമനം. അല്ലാതെ നെബുലയിൽ നിന്നും ഒരൊറ്റ റോക്കി പ്ലാനറ്റ് മാത്രം രൂപം കൊള്ളാനുള്ള സാധ്യത തീരെയില്ല. എന്തായാലും ഇതിപ്പോൾ ബഹിരാകാശത്തിലൂടെ അനാഥമായിട്ടൊഴുകി നടക്കുകയാണ്. ഈ ഗ്രഹവും എവിടെ നിന്നുമാണ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ അന്തരീക്ഷത്തിൽ ജലാംശമുണ്ടോ എന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ അന്തരീക്ഷത്തിന് നമ്മുടെ വീനസിന്റെ അന്തരീക്ഷത്തിനെ പോലെ വളരെ കട്ടി കൂടുതലായിരിക്കുമെന്നാണ് നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലായത്. എങ്കിലും അന്തരീക്ഷത്തിന് അത്രയും കട്ടിയുണ്ടോ എന്നത് വലിയൊരു സംശയമാണ്. എന്തായാലും ഇതൊരു തണുത്തു മരവിച്ച ഗ്രഹമാണെന്നത് തീർച്ചയാണ്. കാരണം ഏകദേശം -80°C ആണ് ഈ ഗ്രഹത്തിന്റെ താപനില. ഒരു പക്ഷേ കട്ടി കൂടിയ അന്തരീക്ഷവും ജലവുമൊക്കെയുള്ള ഗ്രഹമാണെങ്കിൽ ഉപരിതലത്തിലുള്ള ജലം മുഴുവൻ ഐസ് രൂപത്തിൽ ഉറഞ്ഞു കിടക്കുകയായിരിക്കും. എന്നാൽ ഇത്രയും മാസ് ഉള്ള ഗ്രഹമായതിനാൽ ഉപരിതലത്തിനടിയിൽ കഠിനമായ സമ്മർദ്ദം കാരണം ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കാനാകും. അങ്ങനെയെങ്കിൽ സൗരോർജ്ജമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ജീവികൾക്ക് ഈ ഗ്രഹത്തിൽ അതിജീവിക്കാനാകും. കാരണം സൂര്യപ്രകാശമില്ലാതെ അന്ധകാരത്തിലായിരിക്കുന്ന നമ്മുടെ സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ തന്നെ സൂര്യപ്രകാശത്തിന്റെ സഹായമില്ലാതെ ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഹൈഡ്രോ തെർമൽ വെൻസ് വഴി പുറത്തുവരുന്ന മിനറൽസിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന പല ജീവികളെയും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഒരുപക്ഷെ ഈ റോഗ് പ്ലാനറ്റിലും ജീവൻ ഉണ്ടായിരിക്കാം. ഇതൊരു സാധ്യത മാത്രമാണ്.
അങ്ങനെ അവിടെ ജീവൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ യാതൊരു മാർഗവുമില്ല. ഇതൊരുപാട് അകലെ ആയതുകൊണ്ട് ഇനിയും ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഏകദേശം 554 പ്രകാശ വർഷങ്ങൾക്കകലെ മറ്റൊരു ഭീമൻ റോക്ക് പ്ലാനറ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. OTS 44 എന്നാണ് അതിൻ്റെ പേര്. റോക്ക് പ്ലാനറ്റ് എന്ന് പറയുമ്പോഴും ശരിക്കും ഇതൊരു ബ്രൗൺ ഡ്വാർഫാണ്. നക്ഷത്രങ്ങളാകാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ ഗ്രഹങ്ങളെയാണ് ബ്രൗൺ ഡ്വാർഫ്സ് എന്ന് പറയുന്നത്. ഇതിന് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 12 മടങ്ങോളം മാസും സൂര്യന്റെ 30 മുതൽ 50% വരെ വലിപ്പവുമുണ്ട്. നിർഭാഗ്യവശാൽ മധ്യഭാഗത്തിൽ ഫ്യൂഷൻ റിയാക്ഷൻ നടക്കാനുള്ള സമ്മർദ്ദവും മാസും ഇല്ലാത്തതിനാൽ അതിനൊരു നക്ഷത്രമായിട്ട് മാറാൻ സാധിച്ചില്ല. ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ റോക്ക് പ്ലാനറ്റുകളിൽ ഒന്നാണ് OTS 44. ഇതിന്റെ താപനില എന്നത് 800 ഡിഗ്രി സെൽഷ്യസിനും മുകളിലാണ്. ഇത് മുഴുവൻ വാതകം നിറഞ്ഞ ഗ്രഹമാണ്. വളരെ ശക്തമായ ഇൻഫ്രാറെഡ് റേഡിയേഷനാണ് ഇതിൽ നിന്നും വമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കണ്ടുപിടിക്കാൻ സാധിച്ചതും. ഇതിന് നമ്മുടെ ജൂപ്പിറ്ററിന്റെ 200 മടങ്ങ് ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മറ്റൊരു പ്രത്യേകത എന്നത് ഇതിന് സാറ്റേണിനെ പോലെ വളരെ വലിയ വളയങ്ങളുണ്ട്. ഈ വളയങ്ങൾ എത്രത്തോളം വലുതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ വളയങ്ങൾക്ക് മാത്രം നമ്മുടെ ഭൂമിയുടെ 10 മുതൽ 25 മടങ്ങ് വരെ മാസ് ഉണ്ടെന്നാണ് നിഗമനം. എന്തായാലും നമുക്കറിയാവുന്ന ഒരു തരത്തിലുമുള്ള ജീവനും ഈ നരകതുല്യമായ ലോകത്തിൽ ജീവിക്കാനാകില്ല. ബഹിരാകാശത്തിന്റെ അനന്തതയിലൂടെ ഏകാന്തമായിട്ട് ഒഴുകി നടക്കുന്ന ഈ അനാഥ ഗ്രഹങ്ങൾക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കുക? സൈദ്ധാന്തികപരമായിട്ട് ഇത്തരം അനാഥ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഏതെങ്കിലും നക്ഷത്രത്തിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ പെടുകയും ആ സ്റ്റാർ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ സാധ്യത തീരെ ചെറുതാണ്. മറ്റൊരു സാധ്യത എന്നത് ഏതെങ്കിലും നക്ഷത്രത്തിന്റെയോ ബ്ലാക്ക് ഹോളിന്റെയോ ഉള്ളിൽ അകപ്പെട്ട് നശിക്കുക എന്നതാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ അനന്തതയിലൂടെ ആരും ശ്രദ്ധിക്കാതെ കോടിക്കണക്കിന് വർഷങ്ങളോളം ഒഴുകി നടന്ന് ഒടുവിൽ ഊർജമെല്ലാം നഷ്ടപ്പെട്ട് വെറുമൊരു പാഴ്വസ്തു മാത്രമായിട്ട് മാറാനാണ് കൂടുതൽ സാധ്യത. അതാണ് റോക്ക് പ്ലാനറ്റുകളുടെ വിധി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.